കരുവന്നൂർ കള്ളപ്പണക്കേസിൽ പ്രതികൾക്കെതിരെ ഇ.ഡി. ചുമത്തിയ കുറ്റങ്ങൾ നിയമവിദഗ്ധ സംഘം പരിശോധിക്കുന്നു. അന്തിമ അനുമതിയായ രണ്ടാം ഘട്ട കുറ്റപത്രം വിദഗ്ധർ കൂടി പരിശോധിച്ച ശേഷം വിചാരണ കോടതിയിൽ സമർപ്പിക്കും. പ്രതിപട്ടികയിലെ എല്ലാവരുടെയും കുറ്റങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘത്തിൽ നിന്നും വ്യക്തത തേടുന്നുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളിൽ കോടതി കുറ്റപത്രം മടക്കാതിരിക്കാനും കേസ് കൂടുതൽ ബലപ്പെടാനുമാണ് സൂക്ഷ്മപരിശോധന. കരുവന്നൂർ കള്ളപ്പണ കേസ് കോടതിയിലെത്തുമ്പോഴും തെളിവുകൾ ശക്തമായിരിക്കാനും കുറ്റകൃത്യത്തിലെ പങ്ക് ആധികാരികമായി തെളിയിക്കാനുമാണ് കുറ്റപത്രം നിയമവിദഗ്ധരുടെ സംഘവും വിശദമായി പരിശോധിക്കുന്നത്. ബാങ്ക് തട്ടിപ്പിൽ ഓരോ പ്രതിക്കെതിരെയും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് അനുബന്ധമായ മൊഴികളും രേഖകളും ഡിജിറ്റൽ തെളിവുകളും നിലനിൽക്കുന്നതാണോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തും. 30ഓളം പ്രതികളായിരിക്കും കുറ്റപത്രത്തിലുണ്ടാവുക. ഇ.ഡി. ജോയിന്റ് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രണ്ടാം ഘട്ട കുറ്റപത്രം പരിശോധിച്ച് വിചാരണ കോടതിക്ക് കൈമാറുന്നതിനുള്ള അനുമതി അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരുന്നു. എന്നാൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും CPM-ന്റെ പങ്ക് വെളിച്ചത്ത് വന്നതുമായ കേസിൽ പ്രതിഭാഗത്തിന് ഇ.ഡിയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിയമവീഴ്ചകളൊന്നും കണ്ടെത്താനാകാത്ത പരിപൂർണ കുറ്റപത്രമാണ് നൽകുക. ആദ്യഘട്ട കുറ്റപത്രം നൽകി 1.5 വർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നത്. ബാങ്കിൽ നിന്ന് വൻതുക വായ്പ എടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവർക്കൊപ്പം കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി കൈപ്പറ്റിയ CPM പാർട്ടിയും തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയ ചില നേതാക്കളും പ്രതികളാകും. CPM നേതാക്കളായ SC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ, PK ബിജു എന്നിവരെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. ജനം, കൊച്ചി.